ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂരിൽ ബോൺ നദാലെ കരോൾ ഘോഷയാത്ര നടന്നു. തൃശൂർ പൗരാവലിയും തൃശൂർ അതിരൂപതയും സംയുക്തമായാണ് ബോൺ നദാലെ സംഘടിപ്പിച്ചത്. 15,000-ഓളം ക്രിസ്തുമസ് പാപ്പാമാരാണ് ബോൺ നദാലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ ചുവടുവെച്ചത്. ഒട്ടേറെ പുതുമകളുമായാണ് തൃശൂർ പൂരനഗരിയിൽ 11ാമത് ബോൺ നദാലെ അരങ്ങേറിയത്. വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ സെന്റ് തോമസ് കോളേജിന് മുന്നിൽ നിന്നും ബോൺ നദാലെ കരോൾ ഘോഷയാത്രയ്ക്ക് തുടക്കമായി. തുടർന്ന് സ്വരാജ് റൗണ്ടിലേക്ക് ബിഷപ്പുമാരും ജനപ്രതിനിധികളും മന്ത്രിമാരും ഉൾപ്പെടെ വിശിഷ്ടാതിഥികൾ ഘോഷയാത്രയ്ക്ക് മുന്നിൽ അണിനിരന്നു. തൊട്ടുപിന്നിൽ വീൽചെയർ പാപ്പമാരും അതിനു പിന്നിൽ വിവിധ ഗ്രൂപ്പുകളായി ഡാൻസിംഗ് പാപ്പമാരും ഘോഷയാത്രയിൽ പങ്കാളികളായി. 15,000-ഓളം ക്രിസ്തുമസ് പാപ്പമാരാണ് ബോൺ നദാലെ ഗാനത്തിനൊപ്പം സ്വരാജ് റൗണ്ടിൽ നൃത്തം വെച്ചത്. കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ തൃശൂർ അതിരൂപതയിലെ 107 ഇടവകകളിൽ നിന്നുള്ള സാന്റാ വേഷധാരികൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. 20ഓളം നിശ്ചല ദൃശ്യങ്ങളും ചലിക്കുന്ന പുൽക്കൂടും ഘോഷയാത്രയുടെ പ്രധാന ആകർഷണമായി. തൃശൂരിൻ്റെ ചരിത്രവും പാരമ്പര്യവും മുതൽ വയനാട് മുണ്ടക്കൈ ദുരന്തം വരെ നിശ്ചല ദൃശ്യങ്ങൾക്ക് വിഷയമായി. 2013 തൃശൂരിൽ ആരംഭിച്ച ബോൺ നദാലെ 2014 18,112 ക്രിസ്മസ് പാപ്പമാരുമായി ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇടം പിടിച്ചിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.